ഇറാനിൽ 3 ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബിട്ടു. ഇറാൻ്റെ ആണവ പദ്ധതി നാമാവശേഷമാക്കാനുള്ള ഇസ്രയേലിൻ്റെ ശ്രമങ്ങളിൽ പങ്കാളിയായി പശ്ചിമേഷ്യയിൽ വീണ്ടുമൊരു യുദ്ധത്തിന് US ഇറങ്ങി. ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു. നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവയാണ് ആക്രമിച്ചത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന US-ൻ്റെ ഇറാനെതിരെയുള്ള ബോംബാക്രമണം താഴെ പറയും വിധമാണ്. അമേരിക്കയിൽ നിന്നും 2025 ജൂൺ 21 ശനിയാഴ്ച രാവിലെ 9:53 മിസൗറിയിലുള്ള വൈറ്റ്മാൻ വ്യോമത്താവളത്തിൽ നിന്നും US-ൻ്റെ 7 കരുത്തുറ്റ B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ പുറപ്പെട്ടു. 37 മണിക്കൂർ പറക്കലിനൊടുവിൽ 22 ഞായറാഴ്ച വെളുപ്പിന് 4:30 ഇറാനിലെ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ നിലയങ്ങളിൽ US വിമാനങ്ങൾ ബോംബിട്ടു. യഥാർത്ഥ ആക്രമണത്തിന് മുന്നോടിയായി പറന്ന ചില B-2 വിമാനങ്ങൾ ഇറാനിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള സൈനിക തന്ത്രമായിരുന്നുവെന്ന് US ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു. ഇവയെല്ലാം പസഫിക് സമുദ്രത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഉപയോഗിച്ചത് 7 B-2 ബോംബർ വിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളും 125 പോർ വിമാനങ്ങളും അന്തർവാഹിനികളിൽ നിന്ന് 24 ടൊമഹോക്ക് ക്രൂസ് മിസൈലുകളുമാണ്. ബങ്കർ ബസ്റ്ററുകൾ ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ഭൗമാന്തർഭാഗത്ത് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്ററുകൾ. US-ൻ്റെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് GBU-57A-B. ഭാരം 13,600 കിലോഗ്രാം. ബങ്കറുകളും തുരങ്കങ്ങളും തകർക്കാൻ ഉപയോഗിക്കുന്നു. ഭൂമിക്കടിയിൽ 60 മീറ്റർ ആഴത്തിൽ വരെ ചെന്ന് പ്രഹരമേൽപ്പിക്കാൻ സാധിക്കും. കോൺക്രീറ്റുകളും പാറകളും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നത് ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താൽ നിർമ്മിച്ച പുറം കവചമാണ്. പ്രവർത്തിക്കുന്നത് GPS-ഉം ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ്. ബോംബിനുള്ളിൽ 2400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. B-2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ ഈ ബോംബിനെ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വിമാനത്തിൽ 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കുകയുള്ളൂ. B-2 ബോംബർ 18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ സാധിക്കും. US-ൻ്റെ പക്കലുള്ളത് 19 B-2 ബോംബറുകളാണ്. ഒറ്റ പറക്കലിന് 11,500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. പറക്കലിനിടെ ഇന്ധനം നിറയ്ക്കാനായാൽ ലോകത്തെവിടെയും ചെന്ന് ഈ വിമാനത്തിന് ആക്രമണം നടത്താനാകും. റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ഒരു ഭീമൻ പക്ഷിയുടെ പറക്കൽ പോലെയാണ് വിമാനത്തെ കാണാനാവുക. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനമില്ല. ഹെവി ബോംബർ വിഭാഗത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ യുദ്ധവിമാനമാണ് B-2 ബോംബർ. US-ൻ്റെ കരുത്തുറ്റ B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US-ൻ്റെ ഏറ്റവും കരുത്തുറ്റ ബോംബായ GBU-57ഉം ഉപയോഗിച്ചു. ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ US-മായി പൂർണ്ണമായി സഹകരിച്ചെന്ന് ഇസ്രയേൽ അറിയിച്ചു. US-ൻ്റെ ആക്രമണം കൂടാതെ പടിഞ്ഞാറൻ ഇറാനിലും തലസ്ഥാനമായ ടെഹ്റാന് തെക്ക് ഖൂമിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ടെഹ്റാൻ്റെ വടക്കുള്ള പട്ടാള താവളത്തിൽ നടന്ന ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സിലെ 4 അംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.